ഇന്ന് നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം, ഒരു ഡോൾ കേക്ക്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ കാണണ്ടേ. അത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. പിന്നെ അതിൻ്റെ പിക്ചേഴ്സ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ബാ. 3 വയസ്സുള്ളൊരു വാവയായിരുന്നതുകൊണ്ട് ഒരു ഫെയറി തീം കേക്കാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കേക്കിൻ്റെ ഡിസൈനൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പം ഇതുപോലെ ഏകദേശം ഒരെണ്ണം മതി എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ചെയ്ത അതേ രീതിയിൽ ചെയ്യാത്തതുകൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഫെയറി തീം ഗാർഡൻ കുഞ്ഞു മക്കൾക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന എങ്ങനെയുള്ള കേക്കാണോ അങ്ങനത്തെ ചെയ്യുക. കുറേ പൂക്കളും അതൊക്കെയാണല്ലോ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം, നിറങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കൊടുത്തിരിക്കുന്നത് സിൽക്കി ബട്ടർ ക്രീമാണ് കൊടുത്തിരിക്കുന്നത്. സിൽക്കി ബട്ടർ ക്രീമും പിന്നെ ബ്ലൂബെറി ഫില്ലിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ, ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയുള്ളതല്ലേ, അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് പോകുന്നത് ബ്ലൂബെറി ഒരു ഫ്ലേവറാണ് പോകുന്നത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ ബ്ലൂബെറിയും വാനിലയും കൂടെയുള്ള. അത് ഏത് ഫ്രഷ് ക്രീമിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ ബട്ടർ ക്രീമിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നുന്ന ഒരു ഫ്ലേവറാണ് ബ്ലൂബെറി ഫില്ലിങ് കൊടുക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെ ബ്ലൂബെറി ഫില്ലിങ്ങും കൊടുത്ത് സിൽക്കി ബട്ടർ ക്രീം. അപ്പോൾ ഇത് കുറച്ച് നേരം എടുക്കും. അത് നമ്മുടെ ഈ ക്ലൈമറ്റ് അല്ലേ, അപ്പം ബട്ടർ ക്രീം ഈ നമ്മുടെ ക്ലൈമറ്റിൽ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ആദ്യം ക്രം കോട്ടെല്ലാം കൊടുത്ത് നന്നായിട്ട് അത് ക്രംസ് എല്ലാം ഒന്ന് ഇതായി എന്ന് കണ്ടിട്ട് അത് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കും. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടാണ് നമ്മൾ അടുത്ത ഒരു കോട്ടിങ് കൊടുക്കുക. അപ്പോഴാണ് കേക്കിന് നല്ലൊരു ഭംഗി വരിക. എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുന്നത്, ഏറെക്കുറെ സിമെൻറ്റിലൊക്കെ തേക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ കേക്കിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അടുത്ത നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ ആ കളറ് ഫുഡ് കളർ ആഡ് ചെയ്ത് അത് പിന്നെ നമ്മൾ അടുത്ത ഫില്ലിങ് കൊടുക്കും. അപ്പം കഴിഞ്ഞ ദിവസമാണ് ഏതൊക്കെയോ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിലും അതിനകത്ത് കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ നമ്മളെ ചീത്ത വിളിക്കുകയും ഓരോന്ന് പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമുള്ളവർ നമ്മുടെ വീഡിയോ കാണുക, അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഒരു ഇത് മുഴുവൻ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വാവയുടെയാണ് നമുക്ക് പിക്ചർ തന്നിരുന്നത്. അപ്പോൾ റെഡ് ഡ്രസ്സ് ഇട്ടിരുന്നൊരു പിക്ചറാണ് എനിക്ക് ആദ്യം തന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ മോൾ ഇട്ടിരുന്ന പോലുള്ള ഒരു ഡ്രസ്സും ആ ഒരു ഇതുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡോളിനെ ഉണ്ടാക്കിയെടുത്തത്. ഫോണ്ടൻ ഡോളാണ്. അപ്പോൾ ഈ മഴയായ സമയമായ കാരണം സത്യത്തിൽ ഫോണ്ടൻ ഡോൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. കാരണം പെട്ടെന്ന് അറിയാമല്ലോ, ഇങ്ങനെ സ്വെറ്റാവുന്നൊരു സമയമൊക്കെയാണ്. ആകെപ്പാടെ നമ്മുടെ കയ്യിലൊക്കെ ഫോണ്ടൻ്റ് ഒട്ടുന്നൊരു സമയമാണ്. അപ്പം നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കണം. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഞാൻ കവിളിലൊന്ന് പിടിച്ച്. പിന്നെ നമ്മൾ ഈ കപ്പ് കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് കപ്പ് കേക്കിനകത്തൊക്കെ ഇങ്ങനെ ഓരോ ചെറിയൊരു ഹോളുണ്ടാക്കി അതിനകത്തെല്ലാം നമ്മൾ ഫില്ലിങ് കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കപ്പ് കേക്കിനുള്ളിലേക്കും കിട്ടാൻ. എന്നിട്ട് എല്ലാം പിന്നെ ഒരു അതിൻ്റെ മേളിൽ റോസ്റ്റ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മുമ്പേ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ വീഡിയോയും കണ്ടിട്ട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിനല്ലേ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ അറിയുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വെറുതെ ഇങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എടുത്തിങ്ങനെ ഇടുന്നു എന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവുമോ, എന്നെ ബ്ലോക്ക് ചെയ്യുമോ, അൺഫോളോ ചെയ്യുമോ, അങ്ങനെ ഒത്തിരി വഴികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്കങ്ങനെ ആരോടും പിണക്കമൊന്നുമില്ല കേട്ടോ അതിൻ്റെ പേരിലൊന്നും. പക്ഷേ വന്നിങ്ങനെ ഓരോന്ന് ഇടുന്ന കാണുമ്പോൾ നമ്മൾ അറിയേണ്ട മറുപടി പറഞ്ഞു പോകും. ഇപ്പം ഞാൻ ഈ ഫോണ്ടൻ ഫ്ലവേഴ്സൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ കുറേ കേക്കുകളുടെയും കൂടെ ഓർഡറുകൾ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ടെൻഷനാകും, എല്ലാം എനിക്ക് ടൈമിൽ കൊടുക്കാൻ പറ്റണം. പിന്നെ പ്രത്യേകിച്ച് മഴയും കൂടെ നല്ല മഴയായതുകൊണ്ട് സ്വിഗ്ഗി ജീനി വഴിയൊക്കെ കൊടുത്തു വിടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവർ വന്ന് എടുക്കാനും ഒക്കെ ലേറ്റ് ആവും, നമുക്ക് സമയത്ത് അവിടെ എത്തുമോ, അങ്ങനെയൊക്കെയുള്ള എനിക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ടൈമിലൊക്കെ എത്തിച്ച് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമുള്ള കാര്യമായതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് പിന്നെ എല്ലാവരോടും എക്സ്ക്യൂസ് പറയാറുണ്ട്. കാരണം ഇങ്ങനെയാണെന്ന് നേരത്തെ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഫെയറി തീമായതുകൊണ്ട് ഇങ്ങനെ ഒരു ഡോറൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു. ഇതെല്ലാം വിശദമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെയും കേക്കുകളുള്ളപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇത് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും പിന്നെ അതിൻ്റെ കൂടെ കോൾസ് അറ്റൻഡ് ചെയ്യുന്നു, ഡെലിവറിക്ക് ആളെ ഇത് ചെയ്യുന്നതും എല്ലാം കൊണ്ട് നമുക്ക് ആകെപ്പെടെ ടെൻഷനായിരിക്കും. അപ്പോൾ അതിന് ജോലിക്കാരെ വെച്ചൂടെ, അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യമല്ലേ, നമുക്കല്ലേ നമ്മുടെ കാര്യങ്ങൾ അറിയുള്ളൂ.
അപ്പോൾ എല്ലാം ഇങ്ങനെ ഇത് നമ്മൾ വാവയുണ്ടാക്കി വാവയുടെ അടുത്ത് തന്നെ നമ്മളൊരു റാബിറ്റിനെ കൊടുത്തു. പിന്നെ കുറേ ഫ്ലവേഴ്സും ഒക്കെ ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു. നല്ല അടിപൊളി ഒരു ഫെയറി തീമാണ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഓരോ വർക്കും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയണേ, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പറയുന്നതാണ് എൻ്റെ പ്രോത്സാഹനം.